ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റാഗിയും പിന്നെ ഏത്തപ്പഴമാണ്. ഇത് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. റാഗിയൊക്കെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. ഏത്തപ്പഴം അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലേ ആരായാലും കഴിച്ചു പോകും. നമ്മളിത് റാഗി കുതിർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. റാഗി പൊടിയല്ല ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കുതിർക്കാനുള്ള ഒരു സമയം മാത്രമേ വേണ്ടൂ. മറ്റതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് റാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം 2 മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ആദ്യമേ ഇത് 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ 4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. 2 മണിക്കൂറിലും കൂടുതലായാലും കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിടാം. എന്നിട്ട് പിന്നെ രാവിലെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിതിവിടെ ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം 2 മണിക്കൂറേ ഞാനിത് കുതിർത്ത് വെക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം ശർക്കരയെല്ലാം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇത് മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് നമ്മൾക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതിവിടെ അരിച്ച് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് പഴം മിക്സ് ശരിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കുക. നെയ്യൊന്ന് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പകുതി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കറുത്ത മുന്തിരിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് തരം ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സോ അല്ലെങ്കിൽ ക്രാൻബെറിയോ ഏതായാലും ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പം കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതും കൂടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം നമ്മൾ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടി നെയ്യിനകത്ത് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റുന്നത് കൊണ്ട് നേന്ത്രപ്പഴത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഈ അപ്പം ആവിയിൽ വേവിച്ചെടുക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് നേന്ത്രപ്പഴമൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരും. കുറച്ച് ഡാർക്ക് യെല്ലോ കളറായിട്ട് വരും. അത്രയും നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വഴറ്റുന്ന സമയവും അതുപോലെ തന്നെ റാഗി വെള്ളത്തിലിടുന്ന സമയവും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം പഴത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ശർക്കര നീര് ഒരുപാട് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് അതിനകത്ത് തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല. ബാക്കി ശർക്കര നീര് നമ്മൾക്ക് അരയ്ക്കാനായിട്ട് ആവശ്യമുണ്ട്. അതിന് 1/4 കപ്പാണ് വേണ്ടി വരിക. ഈ സമയം കൊണ്ട് ശർക്കര നീര് കുറച്ചൊന്ന് ചൂടാറി വന്ന് കാണും. ചെറിയ ചൂടിൽ നമ്മൾ അരച്ചാലും കുഴപ്പമില്ല. ഇപ്പം നമ്മളുടെ പഴവും ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പഴം സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതും ചെറുതായിട്ടൊന്ന് ചൂടാറണം. നമ്മൾ അരച്ച് വരുമ്പോഴത്തേക്കും ഇതും കറക്റ്റ് പാകമായിരിക്കും. അപ്പം നമ്മൾക്ക് അരയ്ക്കാനായിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാം. അരയ്ക്കാനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറോ അല്ലെങ്കിൽ ചെറിയ ജാറോ എടുക്കാം. ഞാനിവിടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമെല്ലാം കളയുക. അതിനുശേഷം റാഗി മാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കരപ്പാനിയാണ്. നമ്മളത് അരിച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ചൂടാറി കാണും. ചെറിയ ചൂടൊന്നും കുഴപ്പമില്ല. അതും കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒരുപാട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററും അല്ല. ഇനി ഇതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പഴത്തിൻ്റെ മിക്സാണ്. അതും ഇപ്പോൾ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പം അതിനകത്ത് കുറച്ച് നെയ്യും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ശർക്കര നീരും ഉണ്ടായിരിക്കും. അപ്പം ഈ ബാറ്റർ ഒന്നും കൂടെ ഒന്ന് ലൂസാവും. അതും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ അരയ്ക്കുമ്പം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം.
ഇനി നമ്മൾക്ക് ഇത് ഒഴിക്കാനായിട്ടുള്ള പാത്രം ഒന്ന് നെയ്യ് തേച്ചെടുക്കണം. നെയ്യായാലും എണ്ണയിലും കുഴപ്പമില്ല. ഞാനിവിടെ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. ഏത് തരം പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി തട്ടിലായാലും ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ സ്റ്റീമറിൽ വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരിക്കണം. അത് തിളച്ച് വന്നതിന് ശേഷം ഈ പാത്രം അതിനകത്തോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായിട്ട് വേണം നമ്മൾക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ വെള്ളം വെച്ചത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാത്രങ്ങൾ ഞാൻ അതിനകത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പാത്രം കൂടെ ഒന്ന് ചൂടാവാനുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 നുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഉടനെ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചൂടായ പാത്രത്തിനകത്തോട്ട് ഏകദേശം 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുത്താലും മതി. 1/4 ഭാഗം ആയാലും ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. ഞാനിതിവിടെ എടുത്ത ബാറ്റർ 6 പാത്രത്തിന് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചധികം ഒന്ന് പൊങ്ങി വരും. നിങ്ങളുണ്ടാക്കുമ്പം പകുതി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം കറക്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് 25 തൊട്ട് 30 മിനിറ്റ് വരെ വേവിക്കുക. ലോ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല, മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. അരമണിക്കൂർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം ഏതാണ്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തതുകൊണ്ടാണ് കുറച്ചധികം പൊങ്ങി വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, പകുതി ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് നമ്മൾക്കൊന്ന് പുറത്തിറക്കി വെക്കാം. ഇത് ചൂടോടെ എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾക്കിത് പുറത്തെടുക്കാം. ചൂടോടെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പം ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈനകത്തോട്ട് കൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. തീരെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ഹെൽത്തിയാണ്, അതുമാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾക്കിത് തിരിച്ചിട്ടപ്പം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഇളക്കിയെടുക്കുക. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ നല്ലൊരു ഐറ്റം കൂടിയാണ്. ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഇതിനകത്തെ ഒരെണ്ണം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ പഴം വെച്ചത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉടഞ്ഞു പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴം നെയ്യിനകത്ത് വഴറ്റിയെടുത്തത്. അതുമാത്രമല്ല നമ്മൾ കുറച്ച് ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പഴത്തിനകത്ത്. ശർക്കര നീര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഴം പിന്നെ തീരെ ഉടഞ്ഞു പോകത്തില്ല. അപ്പം ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്